അടുത്ത സെക്കൻഡ് മൊഡ്യൂളിൽ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ് അത് വരുന്നത് ഇലക്ട്രോവാലന്റ് ബോണ്ട് ആണ്. എന്താണ് ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ when one or more electrons are transferred from one atom to another atom, ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ടു ആറ്റംസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ടു ഫോം എ ബോണ്ട് ബിറ്റ്വീൻ ടു. അതായത് രണ്ട് ആറ്റമോ ഒരേപോലെയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ് രണ്ട് ആറ്റം എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്, എന്നിട്ട് അത് തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ലൂയിസ് സ്ട്രക്ചർ ആണ്. ലൂയിസ് സ്ട്രക്ചർ പറയുന്നത് ബോണ്ടിങ് ഇൻ സിമ്പിൾ മോളിക്യൂൾസ് റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിന്റെ രീതിയിൽ ബോണ്ടിങ് ഒരു സിമ്പിൾ മോളിക്യൂൾസിൽ വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. Coordinates covalent bond. എന്താണ് coordinates covalent bond എന്ന് പറഞ്ഞാൽ it occurs between two atoms when one atom donated one pairs of electrons to form a chemical bond. ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ് ഒരു ആറ്റം, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താ പറയാ, കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആറ്റം യൂസിങ് ഡോട്ട്സ് അറൗണ്ട് സിംബൽ ഓഫ് എലമെന്റ്. ഒരു എലമെന്റ് സിംബലിന് ചുറ്റും ഡോട്ട് ആയിട്ട് ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം? ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് സിംബൽസ്. ഡോട്ട് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അടുത്ത ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോളിൽ പറയുന്നതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്ത് Q into R എന്നുള്ള രീതിയിലാണ് അതിനെ ഡിനോട്ട് ചെയ്യാറ്. അതായത് അതുപോലെ തന്നെ ഈ ഡൈപോൾ മൂവ്മെന്റ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രിക് ഡൈപോളും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഡൈപോൾ മൂവ്മെന്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ കൂടുതലായിട്ട് വരുന്നത് ഇലക്ട്രിക് ഡൈപോൾ ഫോം ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ത് ചെയ്യാണ്, ക്യാരക്ടറൈസ് ചെയ്തിട്ടാണ് ഡൈപോൾ മൂവ്മെന്റ് ആയിട്ട് മാറുന്നത്. അതിനെ കാണിക്കുന്ന ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ കാണിക്കും മ്യൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q into R ആണ്. Q എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അടുത്ത പോളാർ കോവാലന്റ് ബോണ്ട് ആണ്. ഇത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ പറയുന്ന പേര് എന്താണ്? പോളാർ കോവാലന്റ് ബോണ്ട് ആണ്. ഇറ്റ്സ് ക്ലോസർ ടു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്ന ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി. എന്താണ് VSEPR തിയറി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷനെയാണ് VSEPR തിയറി എന്ന് പറയുന്നത്. അതിന്റെ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പറഞ്ഞത് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ അറേഞ്ച് themselves in space that they minimize mutual repulsion. അതായത് ഒരു മ്യൂച്വൽ റീപൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് പെയർസ് ഒരു സെൻട്രൽ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്യാൻ, സ്വന്തമായിട്ട് സ്പേസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് റിപ്പൾഷൻ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അൺഷെയർഡ് പെയർസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അൺഷെയർ ചെയ്ത പെയർസ് ഓഫ് ഇലക്ട്രോൺസ് അനദർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസുമായിട്ട് ഗ്രേറ്റർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ എ ബോണ്ട് പെയർ. ബോണ്ടുകളേക്കാൾ കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ, ആ ലോൺനെസ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ, അതായത് അൺഷെയറിങ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ ആ റിപ്പൾഷനെയാണ് എന്ന് പറയുക മറ്റൊരു പോസ്റ്റുലേറ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത് പാരാമീറ്റേഴ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ആണ്. ഏതൊക്കെ തരത്തിലാണ് കോവാലന്റ് ബോണ്ടിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ബോണ്ട് ഓർഡർ, ലെങ്ത്, ആംഗിൾ, എൻതാൽപ്പി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ യൂസ് ഫോർ എക്സ്പ്ലെയിനിങ് ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾസ് ഷേപ്പ് ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ടേം ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത് ബോണ്ട് ഫോർമേഷൻ ലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിനെ വാലൻസ് ബോണ്ട് തിയറി, ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിനെ ബോണ്ട് തിയറി എന്നും, എന്നാൽ മോളിക്യുലർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോർമേഷൻ ഡീലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിനെ മോളിക്യുലർ ഓർബിറ്റൽ തിയറി എന്നും. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്.